ആകുമ്പോന്ന് അറിഞ്ഞ് എന്റെ കൂട്ടുകാർ കണ്ടറിഞ്ഞ് ചെലവാ. അയച്ചോടാ കൊള്ളാം. ഇതുവരെ ഇല്ലാത്ത ഏതവനാ മക്കൾക്ക് വേണ്ടി ചെലവാക്കിയത്? അമ്മേ, ഞാൻ എത്ര പറഞ്ഞിട്ട് കേട്ടില്ല അമ്മേ. അമ്മയുടെ പേരിലുള്ള ആ വസ്തു ഉണ്ടല്ലോ, റിസോർട്ടിന് വേണ്ടി ഒരു പാർട്ടി നോക്കാൻ വന്നു. അങ്ങനെ അവരെ കാണാൻ പോയതിന്റെ സന്തോഷമാണ് ദാ ഈ കാണുന്ന. സത്യമേ, അത് സന്തോഷം വരുമ്പോ അല്ലേ ആഘോഷിക്കാൻ പറ്റത്തുള്ളൂ. അയ്യ പിന്നില്ലേ. മായേ വിളിച്ചോണ്ട് അകത്തോട്ട് പോ. ഇപ്പൊ എന്ത് പറഞ്ഞാലും അവന്റെ തലയിലോട്ട് കേറത്തില്ല. അമ്മ വിചാരിക്കണം ഞാൻ ഫിറ്റൊന്നുമില്ല. ചില ബിസിനസ് ഡീലുകൾ വന്നപ്പോ ഞാൻ അല്പം കുടിച്ചുപോയി. സീതൂരിനെ പോലല്ലേ രമേശൻ? രമേശൻ കുടിച്ചിട്ടില്ലല്ലോ. എടി, ഇവനാണ് നല്ല പിള്ളയായെന്ന് എനിക്കല്ലേ അറിയത്തുള്ളൂ. മതി രമേശ, ഇനി ഇവനെ എവിടെയെങ്കിലും കള്ളു കുടിച്ച് കിടക്കുന്നത് കണ്ടാൽ അവിടെ ഇട്ടേക്കണം, ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ഇവൻ അങ്ങനൊന്നും ചെയ്യത്തില്ല അമ്മേ. ചെയ്യോടോ, അത്ര ഹൃദയമില്ലാത്തതൊന്നും അല്ല ഇവൻ. ആഹാ, അപ്പൊ നിനക്ക് സ്വബോധമുണ്ട്. പിന്നെ എന്റെ ബോധത്തിന് ഒരു കുറവില്ല. അതേ നോക്കി, അതെ കണ്ടില്ലേ? നോക്ക്, അടങ്ങ്. അണ്ണാ, ഞാൻ പോവുക. നാളെ അണ്ണ എന്നെ വിളിച്ചാൽ മതി, ഞാൻ നാളെ വരാം. ഇപ്പൊ തന്നെ നിനക്ക് പോണോടാ, കുറച്ച് കഴിഞ്ഞ് പോയാ പോരെ? പോണോ അണ്ണാ? സൂപ്പർ മാർക്കറ്റിലെ ബില്ല് ക്ലിയർ ചെയ്യാനുണ്ട്, ഞാൻ പോയിട്ട് വരാം. എന്തിനാണ് അതിനായിട്ട് ഉപദ്രവിക്കുന്നേ? അവൻ എന്റെ ചങ്കല്ലേ അമ്മേ. ചങ്ക് നോണോ ഇല്ലാത്തവനെ. നിന്റെ സ്ഥാപനത്തിലെ ബില്ല് ക്ലിയർ ചെയ്യാൻ അവൻ പോകുന്നത്. പാവം എന്റെ അമ്മ, അവൻ പോയോലും ഇങ്ങോട്ട് വരും, അല്ല അവിടെ പോവാനാ. ഇങ്ങനെ ഒരെണ്ണം. കഷ്ടം തന്നെ ചെയ്തിട്ടെന്നെ കാര്യം. ഓ ശരി. മാനത്ത് ചന്ദ്രനൊത്തൊരു മണിമാളിക പണിയും ഞാൻ. അറബിപ്പൊന്നൂതിയൊരുക്കി അറവാതില് പണിയും ഞാൻ. ഹബീബി ഹബീബി ഹിലാ. അമ്മേ, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. നിന്റെ ഫോണൊന്നും കാണാത്തോണ്ടാ ഞാൻ വിളിച്ചത്. എന്തായി പോയ കാര്യം? നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ വില്ലനാമേ അമ്മയുടെ അനിയൻ. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. ഇപ്പൊ പറയുന്ന എന്താണെന്നറിയോ? ഭാനുവിന്റെ ജയേഷിന്റെയും കല്യാണത്തെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ചുകൂടെയെന്ന്. കൊള്ളാം. എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? ഞാൻ ബുദ്ധിപൂർവ്വം നല്ല മറുപടി കൊടുത്തിട്ടുണ്ടമ്മേ. അല്പമെങ്കിലും സ്വബോധമുള്ളവരാണെങ്കിൽ വീണ്ടും ഈ കല്യാണക്കാര്യം നമ്മളോട് പറയൂ. അതുപോട്ടെ, അവന്റെ മോനുണ്ടല്ലോ, ആ പരമനാറി, അവനെ കണ്ടില്ലേ? ഇല്ലമ്മേ, അവനെ എന്റെ കൺമുന്നിൽ കാണിക്കരുതേ എന്ന പ്രാർത്ഥനയോടെയാ ഞാൻ പോയത്. ഭാഗ്യത്തിന് അവൻ അവിടെ ഇല്ലായിരുന്നു. എന്തായാലും കുറച്ചു കാശ് അവന് കൊടുത്തേക്കാം മോളെ. ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കുന്നാന്ന് കരുതിയാ മതി. കുറച്ച് കാശൊന്നും അല്ല അമ്മ അവരുടെ ആവശ്യം. അമ്മയുടെ രണ്ടാനമ്മയില്ലേ, അവരെ ഞാൻ ആദ്യമായിട്ടാണല്ലോ കണ്ടത്. സത്യം പറഞ്ഞ അവരൊരൊറ്റ ആളാമ്മേ ആ വീടിനെ നിയന്ത്രിക്കുന്നത്. അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് ആ ഭൂമി. അത് കിട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെയാ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മേ, സൂര്യ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. എനിക്ക് അവരോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലാത്ത. ഞാൻ പറഞ്ഞില്ലേ, ഇന്നും അവർക്ക് എന്നോട് ആ പഴയ പക തന്നെയാ ഉള്ളത്. അമ്മ, അവരവിടെ കിടന്ന് എന്തോ കാണിക്കട്ടെ, പോകാൻ പറ അവരോട്. ഇനി നമുക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. തീരെ നിവൃത്തിയില്ലെങ്കിൽ നിയമപരമായി തന്നെ നമ്മൾ അവരെ നേരിടും. എനിക്കും തോന്നുന്നു അത് തന്നെയാ നല്ലതെന്നാ. അമ്മ ധൈര്യമായിട്ടിരിക്കും, ഞാൻ പിന്നെ വിളിച്ചോളാം. ശരി മോളെ. ശരി.
ജാനകി ഇരിക്കേ. അവള് വന്ന് കഴിച്ചോളും. അത് വേണ്ട, അവരും കൂടെ വന്നിട്ട് കഴിക്കാം. ആ പിന്നെ ഗായത്രി എന്ത് തീരുമാനിച്ചു? എന്ത് തീരുമാനിക്കാൻ? കോടിക്കണക്കിന്റെ സ്വത്തുകൾ ചുമ്മാതങ്ങ് എഴുതി കൊടുക്കാൻ പറ്റുമോ? എന്താ, ഗായത്രിക്കും ചോദിക്കാനും പറയാനും ആൾക്കാരില്ലേ? ആ ഇതാ ജയ പറയുന്നത്. വാ കീറിയ ദൈവം വിചാരിച്ചാ മതി എത്ര പാവപ്പെട്ടവനും രക്ഷപ്പെടാൻ. ഗായത്രിക്കും മക്കൾക്കും ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ടെന്താ, ഭാവന ഇപ്പൊ കോടീശ്വരി ആയില്ലേ? പക്ഷേ ആ ഒരു അഹങ്കാരം ഭാവനയ്ക്കോ ഗായത്രിക്കോ ഇല്ല ജയെ. അവിടെയാണ് നമ്മളൊക്കെ ഭാവനയെ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് ചെറിയൊരു ലോട്ടറി അടിച്ചാൽ മതി, പിന്നെ ഇന്നലെ കണ്ടവനെ പോലും തിരിച്ചറിയില്ല. അതാൻറ്റി പറഞ്ഞത് നേരാ. ആ 100 രൂപ കൂടുതൽ കിട്ടിയ സ്വഭാവം മാറുന്നവരാ പലരും. പക്ഷേ ഭാവന മാറില്ല. വേണമെങ്കിൽ ഇപ്പൊ കിട്ടുന്നത് തന്നെ അവളുടെ സഹോദരങ്ങൾക്ക് കൊടുക്കും. അതിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ആവശ്യത്തിലധികം കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ കൊടുക്കുന്നേ? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ ജയെ. ഭാവനയുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ആ ഒരാളെ വളർത്തുന്നതും തളർത്തുന്നതും ഈശ്വരൻ തന്നെയാ. അതിന്റെ തെളിവായി ഇതെല്ലാം. എന്തായി മനസ്സാ നിന്റെ തീരുമാനം? അവനിവിടുന്ന് പോകുന്നില്ല എന്ന് തന്നെയാണോ? ഞാനിനി എന്ത് ചെയ്യാനാ ആന്റി? എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തതാ. എനിക്ക് തിരിച്ചടി കിട്ടുന്നതല്ലാതെ ഒരു ഗുണവും ഇല്ല. അവൻ എത്ര നാളിങ്ങനെ പോകും നോക്കട്ടെ. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. മോളെ, നീ മതിയാക്കിയോ? എനിക്ക് മതി ആന്റി. ജയെ, ഒന്നും നിസ്സാരമായിട്ട് കാണണ്ട. ഞാൻ എപ്പോ വേണമെങ്കിലും ഇവിടുന്ന് പോവും. പക്ഷേ ഈ കുടുംബത്തിന്റെ നന്മയെ ഞാൻ ആഗ്രഹിക്കൂ. കാരണം എന്റെ ഭാവന മോൾ ഇവിടെയാ ജീവിക്കുന്നത്. ജാനകി ഇരുന്ന് കഴിക്കും. സൂര്യൻ ഭാവനയും വരട്ടെ, എന്നിട്ട് കഴിച്ചോളാം. ശരി.